കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എഫക്റ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് പീരിയഡ്സിൻ്റെ ദിവസം മുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകും. അപ്പോൾ 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പേരയ്ക്ക. ഈ പേരയ്ക്ക കഴിച്ചിട്ട് എങ്ങനെ പ്രഗ്നൻ്റ് ആകും എന്ന് പലരും ചിന്തിക്കാറില്ലേ. പക്ഷേ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോൾ പലരുടെയും തന്നെ വീടുകളിലൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക എന്ന് പറയുന്നത്. ഈ പേരയ്ക്കയിൽ വിറ്റമിൻ സി, അയൺ, കാൽസ്യം, വിറ്റമിൻ എ ആൻഡ് പൊട്ടാസ്യം ഇതെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് പേരയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പേരയ്ക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കഴിക്കുക. പുറത്തു നിന്നാണെങ്കിലും നല്ല പേരയ്ക്ക മേടിച്ചിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അധികം വിലയൊന്നും പേരയ്ക്കയ്ക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 100 രൂപയ്ക്കൊക്കെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് കഴിക്കാനായിട്ടുള്ളത് അതിൽ നിന്ന് കിട്ടും. കൂടുതലൊന്നും നിങ്ങൾ കഴിക്കേണ്ട കേട്ടോ. ഒരു പേരയ്ക്ക നിങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരെണ്ണം വീതം നിങ്ങൾ കഴിച്ചാൽ മതി. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യവും ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കുമാണ് നമ്മൾ മെഡിസിനുകളെ മാത്രം ആശ്രയിക്കുക എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിൽ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ചെയ്തിട്ടും ചേച്ചി പ്രഗ്നൻ്റ് ആകുന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് പറയുന്നുണ്ട്, ചേച്ചി IVF 3 തവണയൊക്കെ ചെയ്തു പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നില്ല. അവരുടെ തിരിച്ചൊരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ എന്ത് പ്രിപ്പറേഷൻ IVFന് വേണ്ടി ചെയ്തു എന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ച് അവരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഡോക്ടർ തന്ന മെഡിസിനാണ് ഞാൻ എടുത്തത് എന്നവർ പറയാറുണ്ട്. ഒരുപാട് തവണ വീഡിയോസിലൂടെ കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ ഡോക്ടർ തരുന്ന ഒരു മെഡിസിനെ മാത്രം പൂർണ്ണമായിട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പകുതി എഫേർട്ട് ഡോക്ടർ ഇട്ട് കഴിഞ്ഞാൽ പകുതി എഫേർട്ട് നിങ്ങളിടണം. ഒരു മെഡിസിന് മാത്രം ക്യൂർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടാകും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നാച്ചുറലായിട്ട് കിട്ടുന്ന ബെനിഫിറ്റുകൾ, നമ്മൾ ചെയ്യുന്ന ഫെർട്ടിലിറ്റി യോഗകളിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ, ഇതെല്ലാം നമുക്കൊരു മെഡിസിൻ വഴി കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവാണ്. നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ എക്സസൈസുകൾ ചെയ്യണം, യോഗാസനാസ് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്നത് എത്ര പേരാണോ അവരെല്ലാവരും തന്നെ ഇന്ന് തന്നെ നമ്മൾ ചെയ്ത് തുടങ്ങണം. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ബാക്കി പകുതി നിങ്ങളൊരു ഡോക്ടറെ ട്രസ്റ്റ് ചെയ്യണം. അതല്ലാതെ IVF ചെയ്യാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയതുകൊണ്ടോ IUI ചെയ്യാനായിട്ട് 10,000 ചിലവാക്കിയതുകൊണ്ടോ കാര്യമില്ല. നിങ്ങളും കൂടി നിങ്ങളുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് ഗുവാവയാണ്, പേരയ്ക്ക. രണ്ടാമത്തേന്ന് പറയുന്നത് റെഡ് ബനാനയാണ്, നമ്മുടെ ചെങ്കദളിപ്പഴം എന്ന് പറയില്ലേ. ഈ ചെങ്കദളിപ്പഴത്തിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതല്ലെങ്കിൽ നിജോസ് വേൾഡ് റെഡ് ബനാന എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് റെഡ് ബനാന എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു ചെങ്കദളിപ്പഴം കഴിച്ചിട്ട് കൺസീവ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാക്സിമം ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനൊന്ന് ആക്റ്റീവ് ആക്കാനും അതൊന്ന് റെഗുലേറ്റ് ചെയ്യാനും അതിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ടും ഇത് ഒരുപാട് സഹായിക്കുന്നു. നമ്മളുടെ ശരീരത്തിലെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമ്മുടെ ഫെർട്ടിലിറ്റിയുടെ ചാൻസസ് ഇൻക്രീസ് ചെയ്യുന്നതിനും സ്ത്രീകളിലും പുരുഷന്മാരിലും ലിബിഡോ, അവരുടെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം, അതൊന്ന് ഇൻക്രീസ് ചെയ്യുന്നതിനും ഈ റെഡ് ബനാന കഴിക്കുന്നത് നമ്മളെ ഒരുപാട് സഹായിക്കും. ഒരുപാട് ഫ്രൂട്ട്സ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് റെഡ് ബനാന, നമ്മുടെ ചെങ്കദളിപ്പഴം എന്ന് പറയുന്നത്. അത് നിങ്ങൾ മാക്സിമം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വിറ്റമിൻ സി, വിറ്റമിൻ ഇ, ഫോളേറ്റ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അതുമാത്രമല്ല, സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാരുടെ സ്പേമിന് ക്വാളിറ്റി കൊടുക്കുന്നതിനും സ്പേമിന് വേണ്ടുന്ന ബെനിഫിറ്റുകൾ കൊടുക്കുന്നതിനും ഒക്കെ ഈ ചെങ്കദളിപ്പഴം സഹായിക്കുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ സ്പേമിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ മോട്ടിലിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഹസ്ബൻഡിൻ്റെ സ്പേമിനും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഈ പഴം കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ഹസ്ബൻഡും രണ്ടുപേരും ഒരുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നെല്ലിക്കയാണ്. ഈ നെല്ലിക്ക എന്ന് പറയുന്നത് സ്ത്രീകളിൽ അവരുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിനും ഹോർമോൺ ബാലൻസ് കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിനും അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും വെയിറ്റ് ലോസ് വേണ്ടവർക്ക് വെയിറ്റ് ലോസിനും ഓവുലേഷൻ നടക്കാനായിട്ടും ഇത് സഹായിക്കുന്നു.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്യാനായിട്ട് ഈ നെല്ലിക്ക കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. നെല്ലിക്ക ജ്യൂസ് ആക്കിയിട്ടോ നെല്ലിക്ക വെറുതെയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ദിവസം 2 നെല്ലിക്കയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഏത് ഫ്രൂട്ട് കഴിഞ്ഞാലും അമിതമായി കഴിഞ്ഞാൽ അത് നല്ലതല്ല. നമ്മളിപ്പോൾ കൃത്യമായിട്ടൊരു രീതിക്ക് അതെടുത്താൽ മതി. നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഫ്രൂട്ടും കൂടുതലായിട്ട് എടുക്കാനായിട്ട് പാടില്ല. ഒരു ദിവസം 1 മാക്സിമം 2 കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3, അതിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. നെല്ലിക്കയും അതുപോലെയാണ് വിറ്റമിൻ സിയുടെ കണ്ടൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റുകളും ഈ നെല്ലിക്കയിലുണ്ട്. പുരുഷന്മാരുടെ സ്പേമിൻ്റെ ഹെൽത്തി ആക്കുന്നതിനും മോട്ടിലിറ്റിയും മോർഫോളജിയും ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ നെല്ലിക്കയും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു വളരെയധികം നമുക്ക് എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നെല്ലിക്കയൊക്കെ. അപ്പോൾ അതെല്ലാം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മാതള നാരങ്ങയാണ്. മാതള നാരങ്ങ നമ്മളിൽ ഓവുലേഷനൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതിനും നമ്മുടെ ഇംപ്ലാന്റേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് മാതള നാരങ്ങ എന്നത്. മാതള നാരങ്ങയെ പറ്റിയിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ ഈ നോമ്പ് തുറയുടെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ പോമഗ്രാനൈറ്റിൻ്റെ ജ്യൂസ് കുടിക്കാവുന്നതാണ്. കാരണം ഒരുപാട് ബെനിഫിറ്റുകൾ നമ്മൾ ആ ഒരു വെറും വയറ്റിൽ ഇരുന്നിട്ട് നമ്മളത് കുടിക്കുമ്പോഴേക്കും ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും മാതള നാരങ്ങയുടെ ജ്യൂസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് തന്നെ ബെനിഫിറ്റുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പോമഗ്രാനൈറ്റിൽ വിറ്റമിൻ സി, വിറ്റമിൻ കെ, വിറ്റമിൻ ഫോളേറ്റ് അതുപോലെയുള്ള മറ്റുള്ള കണ്ടൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുന്നത് മൂലം വേണ്ടുന്ന സമയത്ത് നമ്മുടെ എഗ്ഗ് വളരുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്നതിനും നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിനും കുഞ്ഞ് ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ അറ്റാച്ച് ആയിക്കഴിഞ്ഞാൽ അതിനൊന്ന് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഈ ഒരു പോമഗ്രാനൈറ്റ് കഴിക്കുന്നതോടുകൂടി നമുക്ക് കിട്ടുന്നു. നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് അത് നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്ന പോർഷനിൽ എനിക്കിതേ പറയാനുള്ളൂ. നിങ്ങളെക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മാക്സിമം ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾ ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർട്ടിലിറ്റി എക്സസൈസുകൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. അതല്ലാതെ കുഞ്ഞുണ്ടാകാത്തതിന് ദൈവത്തെ പഴിച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കി നമുക്ക് ചുറ്റുമുള്ളവരെ പഴിച്ചിട്ടോ സ്വയം പഴിച്ചിട്ടോ ഒരു കാര്യമില്ല. നമ്മളെക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മസ്റ്റായിട്ട് ഉറപ്പ് വരുത്തുക. ഞാനൊരു മോട്ടിവേഷണൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെക്കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും, ഈ വർഷം തീരുന്നതിന് മുൻപ് ഞാൻ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മളെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഈ വർഷം തീരുന്നതിന് മുൻപ് തന്നെ കൺസീവ് ആകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.